بسم الله العظيم القدرة والشان شديد البطش والبرهان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وأفوض أمري إلى الله إن الله بصير بالعباد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شد ذي شد يا رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونادى أصحاب النار أصحاب الجنة أن أفيضوا من الماء أو رزقكم الله قالوا إن الله حرمهما على الكافرين الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا وكانوا بآياتنا يجحدون صدق الله مولانا العلي العظيم يا رسول الله إني نزيلك والنزيل لديك يا خير الأنام بكل خير يعتدي وعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فجهدي അഭിവന്ദരായ സാദാത്യങ്ങളെ, ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സഹോദര സഹോദരിമാരെ, റഹ്മാനുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുബാറക്കായ മജ്ലിസിൽ വീണ്ടും പടച്ച റബ്ബിന്റെ തൗഫീഖോടുകൂടെ നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അനുഗ്രഹപൂരിതമായ നമുക്ക് നമ്മുടെ റബ്ബിനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്ന് ദർശിക്കാൻ പറ്റുന്ന സ്വർഗീയ ലോകത്ത് പടച്ച റബ്ബ് നമ്മളെയും കുടുംബങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ അപരാധങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. വിശുദ്ധമായ റമദാനു ശരീഫിന്റെ ആത്മീയമായ ചൈതന്യം കടാവിളക്ക് പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം വിശുദ്ധ റമദാനിൽ ചിട്ടപ്പെടുത്തിയ നമ്മുടെ കൃത്യമായ ജീവിത പദ്ധതി വരുന്ന 11 മാസവും തുടർന്ന് അടുത്ത റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാനിൽ അതിന്റെ തുടക്കം മുതൽ ഏറ്റവും അധികം നമ്മൾ കേട്ടൊരു ദുആ ഉണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, നീയല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ തെറ്റുകളെ അപരാധങ്ങളെ സമ്മതിക്കുന്നു. ഇനി എൻ്റെ ആവശ്യം എന്നുള്ളത് നിന്റെ സുന്ദര വീടായ സ്വർഗീയമായ
മനോഹരമായ സുഖങ്ങളുടെ ആരാമത്തിൽ എനിക്ക് നീ ഇടം നൽകണം. കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് എന്നെ നീ കാത്തുരക്ഷിക്കണം. നിരന്തരമായി നിതാന്തമായി പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മളെപ്പോലെ ലോകത്തെ സകലമാന വിശ്വാസികളും ദുആ ചെയ്തൊരു ദുആണിത്. വളരെ അർത്ഥവത്തായ, വളരെ പ്രധാനമായ ദുആ ആയതുകൊണ്ടാണ് നിരന്തരം ഇത് വർദ്ധിപ്പിക്കണമെന്നും ഇത് ജീവിതത്തിന്റെ മാർഗമാക്കണമെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ ദർശനമാണ്. ആ ദർശനം നമുക്ക് സാധ്യമാവണമെങ്കിൽ സ്വർഗീയമായ സംവിധാനം പടച്ച റബ്ബ് നമുക്ക് നസീബാക്കേണ്ടതുണ്ട്. നാം പ്രിയപ്പെട്ടവരെ നരകാഗ്നിയിൽ നിന്ന് കാവലിനെ ചോദിക്കാറുണ്ട്. 5 നേരത്തെ നമസ്കാരങ്ങളിൽ പ്രത്യേകം ചോദിക്കാറുണ്ട്. നമസ്കാരങ്ങൾക്ക് പിറകെ പ്രത്യേകിച്ച് പരിശുദ്ധ ദീന് സുബഹിക്ക് ശേഷം മഗ്രിബിന് ശേഷം 7 തവണ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണം റബ്ബേ എന്ന് ദുആ ചെയ്യണമെന്ന് ഈ ഉമ്മത്തിലെ ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ മനസ്സിലാക്കിയതിൽ എത്രയോ 10 മടങ്ങ് അപ്പുറമാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മൾ ആവശ്യപ്പെടുന്നതായ സ്വർഗവും നമ്മൾ കാവലിനെ തേടുന്നതായ നരകവും. വളരെ ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവപ്പെടേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ സുഖം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ല ഭക്ഷണം നമുക്ക് ലഭ്യമാവണം. ഭക്ഷണത്തിൽ ഇപ്പോൾ നമ്മൾ മാംസം കഴിക്കുകയാണെങ്കിൽ ആ മാംസത്തിൽ തന്നെ ഒരു മൃഗത്തിന്റെ മാംസത്തിൽ നമുക്കിഷ്ടപ്പെട്ട ഭാഗങ്ങളുണ്ട്. നമ്മളൊരു റോഡിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ റോട്ടിൽ ഒരിക്കലും കുഴിയും അതുപോലെ തടസ്സങ്ങളും ഉണ്ടാവരുത്, ബ്ലോക്ക് ഉണ്ടാവരുത്. എപ്പോഴും ടോപ്പ് ഗിയറിൽ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ ഓരോ വിഷയത്തിലും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരാണ് നമ്മള്. സത്യത്തിൽ ആ സന്തോഷം എവിടെയാണ് നമ്മൾ കണ്ടെത്താൻ കൊതിക്കുന്നത്? ഈ നൈമിഷികമായ ലോകത്താണ്. അല്ലാഹു റഹ്മാന് മാത്രമായിരുന്നെങ്കിൽ എന്നാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ വിളിച്ചറിയിക്കുന്നത്. പടച്ച റബ്ബ് വലിയ കരുണയുള്ളവനാണ്, റഹ്മാനാണ്, കൂട്ടത്തിൽ റഹീമുമാണ്. ഈ റഹ്മാനായ റബ്ബ് അവന്റെ ആ റഹ്മത്ത് റഹ്മാൻ എന്ന വിശേഷണത്തിൽ അത് പ്രസരണം നടത്താൻ അവന്റെ 100 റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തിയത്. ഈ കാണുന്നത് മുഴുവനും അതാണ്. ആസ്വാദനങ്ങളും ഈ കാണുന്ന സംവിധാനങ്ങളും മുഴുവനും ആ ഒരു റഹ്മത്താണ്. പക്ഷേ ഇത് മാത്രമാണ് സത്യം, ഇതാണ് ജീവിതം, ഇതാണ് സുഖമെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇന്നമഅൽ ഉസ്രി യുസ്റാ, ജീവിതത്തിൽ പ്രയാസങ്ങളോട് കൂടെയാണ് സന്തോഷം എന്ന ആദർശവും ആ തത്വവും നമ്മൾ മറന്നുപോയി. നമുക്ക് സുഖങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത്. സത്യത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യന് സുഖം ലഭിക്കുന്നത് റബ്ബ് റഹീമാകുമ്പോഴാണ്. സുഖം മാത്രം ലഭിക്കുന്നത് നാളെ ആഖിറത്തിലാണ്. അവിടെ അല്ലാഹു റഹീമാണ്. പടച്ച റബ്ബിന് വഴിപ്പെടുന്നവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവനാണ്. ആ ഗുണമാണെങ്കിലോ അത് അള്ളാഹുവിന്റെ 100 റഹ്മത്തിൽ നിന്നുള്ള 99 റഹ്മത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുമാണ്. ആ സംവിധാനം അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് സ്വർഗത്തിലാണ്. അതെങ്ങാനും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ നൈമിഷികമായ ലോകത്തെ അലസത കൊണ്ട്, ഈ നൈമിഷികമായ ലോകം നമ്മളെ ചതിച്ചത് കൊണ്ടും നമ്മളതിലേക്ക് ചേർന്ന് പോയത് കൊണ്ടും ആഖിറത്തിന്റെ വിജയമെങ്ങാനും പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടാൽ നരകാഗ്നിയിലായിരിക്കും അവസാനം നമ്മൾ എത്തിപ്പെടുക. ഇതാരാണ് നമ്മളെ പഠിപ്പിച്ചത്? സ്വർഗവും നരകവും തന്റെ 2 കണ്ണുകളെ കൊണ്ട് കണ്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞല്ലോ, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയതിലും എത്രയോ മീതയാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം, സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹു പറയാണ്, ജഹന്നമിനെ ഒരു കൊണ്ടുവരലുണ്ട്, അതിനെ കെട്ടി വലിച്ചിട്ടൊരു കൊണ്ടുവരലുണ്ട്. സുബ്ഹാന ജല്ല വഅല, അതൊരു വല്ലാത്ത കാഴ്ചയാണ്. 70,000 ചങ്ങലകളിൽ, ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകളാണ് പ്രിയപ്പെട്ടവരെ അതിനെ വലിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 70,000 ചങ്ങലകളിൽ ബന്ധിതമാണത്. അതിന്റെ ഓരോ ചങ്ങലകളിലും പിടിച്ചു വലിക്കുന്നത് 70,000 മലക്കുകളാണ്. ആ മലക്കുകൾ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആ മാരകമായ കാഴ്ച മനുഷ്യൻ കാണുമ്പോൾ യൗമ യതദക്കറുൽ ഇൻസാൻ,
അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, പടച്ചവനെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനും നേരപ്പുറത്തുള്ള സുഖങ്ങളുടെ ഗേഹമായ സ്വർഗത്തിലെത്തിപ്പെടാനും എൻ്റെ മുമ്പിൽ മാർഗമുണ്ടായിട്ടും ഞാനത് അവലംബിച്ചില്ലല്ലോ, ഞാനത് സ്വീകരിച്ചില്ലല്ലോ. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവിടെ ചിന്തക്കെന്ത് പ്രസക്തിയാണുള്ളത്? ഒരിക്കലും അത് മനുഷ്യന് ഉപകാരപ്പെടില്ലല്ലോ. കാരണം മനുഷ്യനുള്ളത് പ്രതിഫലത്തിന്റെ വീട്ടിലാണ്, തിരുത്താൻ പറ്റുന്ന വീട്ടിലല്ല, പ്രവർത്തിക്കാൻ പറ്റുന്ന വീട്ടിലല്ല. അതേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്പസമയം നമ്മുടെ ചിന്തയെ നമ്മളൊന്ന് തുറന്നു വെക്കണം, കൽബൊന്ന് തുറന്നു വെക്കണം. അള്ളാഹു ഒരുക്കിയ ഈ രണ്ട് സംവിധാനം, അതേതാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതെന്നും അതിൻ്റെ സാഹചര്യവും അവസ്ഥയും എന്താണ് എന്നും വിശുദ്ധമായ ഖുർആനും തിരുഹദീസും കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെ ആശ്രിതരും നിങ്ങൾ ആശ്രയിക്കുന്നവരും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണേ. നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ, കാവല് തേടണേ. അതിൽ പെട്ടുപോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണേ. എന്തുകൊണ്ട്? വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ് എന്ന് മാത്രമല്ല, അവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെയുമാണ്. എന്തുകൊണ്ട്? ആ മനുഷ്യരെ നിന്ദ്യരാക്കാനും നിസാരരാക്കാനും വേണ്ടിയാണ് ആ കല്ലുകളെ കത്തിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. അലൈഹാ മലായികത്തും ശിദാദുൻ ഗിലാദുൻ ശിദാദ്. ആ നരകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ടല്ലോ, അവർ കഠോര ഹൃദയത്തിന്റെ ഉടമകളാണ്. അള്ളാന്റെ കോടാനക്കോടി വരുന്ന മലക്കുകളുടെ കൂട്ടത്തില് ഒരിക്കൽ പോലും ചിരിക്കാത്തൊരു മലക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് മലക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ബാക്കിയുള്ള മലക്കുകളൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അവിടെയും മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു വലിയ ഗൗരവത്തിലാണ്. വലിയ ഗൗരവത്തിലാണ്. മഹാനായ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാന്റെ പരിശുദ്ധ പ്രവാചകർ ചോദിച്ചു, അല്ലയോ ജിബ്രീലെ, ആ മലക്ക് മാത്രമാം എന്താണ് വിഷമത്തോടുകൂടെ മാറി നിൽക്കുന്നത്? എന്നെ കണ്ടിട്ട് പോലും സന്തോഷമില്ലാത്തത്? അള്ളാഹുവിന്റെ റസൂലേ, ആ മലക്കേറ്റെടുത്ത ജോലിയുടെ ഗൗരവമാണ്. ആ മലക്കേറ്റെടുത്ത ജോലി നരകത്തിന് സംരക്ഷണം നൽകലാണ്, ദോഷികളായ ആളുകളെ നരകത്തിലേക്ക് വലിച്ചിടലാണ്. ആ ഗൗരവമുള്ള ജോലി അദ്ദേഹം ഏറ്റെടുത്തത് കൊണ്ടാണ് അദ്ദേഹം ചിരിക്കാത്തതെന്ന് ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയാണ്, അലൈഹാ മലായികത്തും ശിദാദും ഗിലാദും ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അവർ അല്ലാഹു പ്രവർത്തിച്ചത് മാത്രം, കൽപ്പിച്ചത് മാത്രം പ്രവർത്തിക്കുന്നവരും പടച്ച റബ്ബിനെ എതിര് കാണിക്കാത്തവരുമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നരകത്തിന്റെ അവസ്ഥ. അത്തരത്തിലുള്ള നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളണേ. നിങ്ങൾ നന്നായാൽ പോരാ, രക്ഷപ്പെട്ടാൽ പോരാ. നിങ്ങളെ മക്കൾ രക്ഷപ്പെടണം, ഭാര്യമാര് രക്ഷപ്പെടണം, നിങ്ങൾ ആശ്രിത രക്ഷപ്പെടണം. അതിനനുസൃതമായ രീതിയിൽ ഭൗതികമായ ലോകത്തെ നിങ്ങൾ ക്രമപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ, ഇന്നലദൈനാ അൻകാലം വജഹീമാ. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല പറയാണ്, ഇന്നലദൈനാ അൻകാലം വജഹീമാ. നമ്മുടെ അടുക്കൽ നരകം കൊണ്ട്, തീ കൊണ്ടുള്ള ശിക്ഷയാണുള്ളത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ചങ്ങലയിൽ, തീ കൊണ്ടുള്ള ചങ്ങലയിൽ ബന്ധിക്കുന്ന ശിക്ഷയാണ്. ഒന്നനങ്ങാൻ പോലും കഴിയാതെ ശക്തമായ തീയിലിട്ടുകൊണ്ട് അല്ലാഹു ശിക്ഷിക്കുകയാണ്. തൊണ്ടയിൽ കെട്ടിപ്പോകുന്ന ഭക്ഷണവുമാണ്.
പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് തൊണ്ടയിൽ കുടുങ്ങിപ്പോയാൽ നമ്മൾ വെള്ളം കുടിക്കുമല്ലോ. നമുക്ക് ആശ്വാസമുള്ള വെള്ളം കുടിച്ചാൽ തൊണ്ടയുടെ ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയും. എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ ആ നൽകപ്പെടുന്ന ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിപ്പോയാൽ നമുക്ക് നൽകപ്പെടുന്ന വെള്ളം എന്താണ്? വയുസ്കാ മിമ്മാഇൻ സദീദ്. അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് ചീഞ്ചലമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് ശക്തമായ നരകത്തിൽ ചൂടാക്കപ്പെട്ട വെള്ളമാണ്. ആ വെള്ളം അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നമ്മുടെ മുഖത്തിന്റെ തോല് പോലും കരിഞ്ഞു പോകുകയാണ്. ഉള്ളിൽ കിടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്ദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് ദഹിപ്പിച്ചു തരുന്ന നമ്മുടെ ആമാശയമുണ്ടല്ലോ, എന്ത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും നമ്മൾ ആമാശയം ദഹിപ്പിക്കും. ഇപ്പോൾ നോമ്പിനൊക്കെ സാധാരണ നോമ്പല്ലാത്ത സമയത്ത് കഴിക്കാത്ത ഭക്ഷണമൊക്കെ കഴിച്ചാലും അത്താഴ സമയമാകുമ്പോഴേക്കും അത് ദഹിച്ചിട്ടുണ്ടാവും. പക്ഷെ നരകത്തിലെ ഭക്ഷണം കഴിച്ചിട്ട് തൊണ്ടയിൽ കുടുങ്ങിയ വെള്ളം കുടിച്ചാൽ ആ മെഷീനറി, ആ എഞ്ചിൻ, ആമാശയം എന്ന് പറയുന്നത് പുറത്തേക്ക് വരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വേദനാജനകമായ ശിക്ഷയാണുള്ളത്, വളരെ കഠിനകഠോരമായ ശിക്ഷയാണുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ ഗൗരവം 1-2 ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഊഖിദ ഫിൻ അലന്നാരി അൽഫുസന. നരകത്തെ അല്ലാഹു 1000 വർഷം തുടർച്ചയായി കത്തിക്കുകയാണ്. ഹത്തഹ്മറത്, അത് ചുവന്ന വർണ്ണമാകുന്നത് വരെ. സുമ്മ ഊഖിദ അലൈഹാ അൽഫുസന, വീണ്ടും അതിനെ 1000 തവണ 1000 വർഷം കത്തിക്കുന്നു. ഹത്തബിയല്ലത്ത്, അത് വെളുത്ത വർണ്ണമാകുന്നത് വരെ. സുമ്മ ഊഖിദ അലൈഹാ അൽഫുസന, വീണ്ടും 1000 വർഷം അല്ലാഹു അതിനെ കത്തിക്കുകയാണ്. ഹത്തസ്വദ്ദത്ത്, അത് കടുത്ത കറുപ്പാകുന്നത് വരെ, കൂരിരുട്ട് പോലെ ആകുന്നത് വരെ. ഫഹിയ സൗദാഉ മുസ്ലിമാ, പരസ്പരം കാണാൻ പറ്റാത്ത ആർത്തട്ടഹാസങ്ങൾ മാത്രം കേൾക്കുന്ന മനുഷ്യന്റെ ബന്ധ ശരീരത്തിന്റെ ദുർഗന്ധം മാത്രമുള്ള ഒരു പ്രത്യേകമായ സംവിധാനമായി അല്ലാഹു അതിനെ നിശ്ചയിച്ചു വച്ചിരിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അള്ളാന്റെ ഹബീബും സഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളാ കേട്ട ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കുൽനാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല പ്രവാചകരെ, അത് അല്ലാഹുവും റസൂലും അറിയുന്ന കാര്യമാണ്. അപ്പോൾ പറഞ്ഞു, ഹാദാ ഹജറുൻ, അതൊരു കല്ലാണ്. റുമിയ ബിഹി ഫിന്നാർ, അതുകൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെട്ടു. 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ്. ഫഹുവ യഹ്വി ഫിന്നാരി അല്ലാൻ, ഈ സമയം വരെയും അതതിൻ്റെ ആഴത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹത്തന്തഹാ ഇലാ ഖഅരിഹാ, ഇപ്പോഴാണ് ആ നരകത്തിന്റെ ആഴത്തിലേക്ക് അത് എത്തിപ്പെട്ടത്. അത് നരകത്തിൽ സ്പർശിക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധരായ സഹാബത്തിനെ, പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ എത്രയെത്ര ഹദീസുകളാണ്, എത്ര വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ് നരകത്തിന്റെ കാഠിന്യം പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതേ വസ്ഹാബുശ്ശിമാനി മാ സുഹാബുശ്ശിമാൽ, ആരാണ് നബിയെ നരകത്തിന്റെ അവകാശികൾ? അവരുടെ അവസ്ഥ എന്താണെന്ന് തങ്ങൾക്കറിയുമോ? അവര് ശക്തമായ ചൂടുള്ള വെള്ളത്തിലാണ്, അവര് പ്രത്യേകമായൊരു തീക്കാറ്റിന്റെ അകത്താണ്.
ഇപ്പൊ തന്നെ നട്ടുച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു 2 മണി സമയത്ത് പുറത്തിറങ്ങിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ എന്താണ്? അത് 10-15 കോടി കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന സൂര്യന്റെ താപമാണ് എങ്കിൽ സുബ്ഹാനല്ലാഹ്, നേരത്തെ പറഞ്ഞ ശക്തമായ ചൂടുള്ള 3000ഓളം വർഷം അല്ലാഹു കത്തിച്ച് ചൂടാക്കിയ തീയിലേക്ക് നമ്മളെങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് അള്ളാന്റെ ഹബീബ് പറയുന്നത്. ഒരു പ്രത്യേകമായ തീക്കാറ്റ് അവരെ ആവരണം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ചൂടുള്ള വെള്ളത്തിലാണ് അവർ നിൽക്കുന്നത്. പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു കറുത്ത പുക അവരെ ആവരണം ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവരുള്ളത് പ്രത്യേകമായ ഒരു കറുത്ത പുകക്കകത്താണ്. പരസ്പരം അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു സമാധാനവും സന്തോഷവും അവർക്ക് അവിടെ ലഭ്യമല്ല. എന്തേ കാരണം? ഇത്രയും മാരകമായ ശിക്ഷയുടെ ആളുകളായി അവര് മാറാൻ എന്തേ കാരണമെന്നല്ലേ? ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. ഭൗതികമായ ലോകത്ത് എത്രയോ മീസാനുകൾ വർഷങ്ങൾക്ക് മുമ്പ് 10 മീസാനുകളുള്ള പള്ളി മക്ബറയിലെ ഇന്നത് 100 പോയി. 150ഉം 200ഉം 500ഉം 1000ഉം ഒക്കെയായി മാറിയപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. ഭൗതികമായ ലോകം അവർ സുഖലോലുപതയ്ക്ക് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി. ആത്മീയതയെപ്പോലും ആസ്വാദനത്തിന് വേണ്ടിയും ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആയത്ത് നമ്മുടെ ഖൽബിനെ തുളച്ച് കയറട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നബിതങ്ങൾ ഓതിത്തരുകയാണ്, ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. സുഖം മാത്രമാണ് അവരുടെ അജണ്ടയിലുള്ളൂ. അതിനു വേണ്ടി മാത്രമാണ് അവർ ജീവിച്ചത്. ദുഃഖമേ അവർക്ക് വേണ്ട, പ്രയാസം ഉൾക്കൊള്ളാനേ അവർക്ക് കഴിയില്ല. മാത്രമല്ല വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം. തെറ്റാണെന്നറിഞ്ഞിട്ടും വീണ്ടും ആ തെറ്റിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നവരായിരുന്നു അവര്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അഹ്ലു ബൈത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്നവരല്ലയോ നമ്മൾ? കൃത്യമായി നമ്മൾ ചിന്തിക്കണേ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്കറിഞ്ഞിട്ടും വീണ്ടും അതിന് തുടർച്ച കൊടുക്കുന്ന പല സ്വഭാവവും പല പ്രവൃത്തിയും പല രീതിയും നമ്മളിലില്ലേ? അത്തരക്കാരുടെ അവസ്ഥയാണ് വിശുദ്ധ ഖുർആൻ നരകത്തിലെ അവസ്ഥയാണ് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണേ. അന്നാറു മൻസിലു അഹ്ലുൽ കുഫ്രി കുല്ലിഹിം തിബാഖുഹാ സബ്അത്തും മുസ്വദ്ദത്തുൽ ഹുഫരി ഫീഹൽ അഖാരിബു വൽ ഹയ്യാതു കത്തുരികത് ജുലൂദുഹും കൽബിഗാ അലിം കൽബിഗാലിദ്ദിഹമി വൽ ഹുമരി. കറുകറുത്ത രീതിയിലുള്ള 7 തട്ടുകളുള്ള സംവിധാനമാണ് നരകമെന്ന് പറയുന്നത്. അവിടെ തീ മാത്രമല്ലയുള്ളത്, വളരെ ശക്തരായ തേളുകളുണ്ട്, പാമ്പുകളുണ്ട്. അതേ, കറുപ്പിൽ ചുവപ്പ് കലർന്ന, കണ്ടാൽ പോലും ഭയം തോന്നുന്ന മാരകമായ ജീവികളെ അല്ലാഹു അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നുള്ള രക്ഷയുടെ മാർഗം അത് നിങ്ങൾ കണ്ടെത്തുകയും ആ വഴിയെ നിങ്ങൾ സഞ്ചരിക്കുകയും വേണമെന്ന് പരിശുദ്ധ ദീന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നരകമെന്ന് പറയുന്ന ഈ മഹാവിപത്തിതാണെങ്കിൽ നമ്മൾ വിശുദ്ധ റമദാൻ റബ്ബിനോട് കണ്ണീരോടുകൂടെ കാവലിനെ ചോദിച്ച നരകത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ, ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മുടെ പള്ളി മിഹ്റാബിന്റെ മിമ്പറയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാവലിനെ ചോദിക്കലും ഇതാണെങ്കിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിർമ്മിച്ച് സംവിധാനിച്ചു വെച്ച അനുഗ്രഹങ്ങളുടെ വീടാകുന്ന സ്വർഗത്തിന്റെ അവസ്ഥ എന്താണ്? അതുകൂടെ നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ അവസ്ഥയെ, ആ സന്തോഷത്തെയാണല്ലോ ഈ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന ചിന്തയാണ് ഇവിടെ നമുക്കുണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഫലാ തഅലമു നഫ്സും
സുമ്മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഇത് നമ്മൾ പഠിക്കണം, ഇത് നമ്മളെ മനസ്സിലേക്ക് കയറ്റി വെക്കണം. ولا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. അതേ, പടച്ച റബ്ബിനനുസരിച്ചവർക്ക് എന്ത് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തും ഇവിടെ ജീവിക്കാൻ അവസരമുണ്ടായിരുന്നു, വ്യഭിചരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു, കളവ് പറയാനും തട്ടിപ്പ് നടത്താനും വഞ്ചിക്കാനുമുള്ള അവസരമുണ്ടായിരുന്നു, പലിശ മേടിക്കാനും കൊടുക്കാനും ലോട്ടറി കച്ചവടം ചെയ്യാനും ടിക്കറ്റ് എടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ടായിരുന്നു. ബാറുകൾക്ക് മുമ്പിൽ ചെന്നിട്ട് ക്യൂ നിൽക്കാനും പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്തിട്ടത് മേടിക്കാനും ഇവിടെ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. നിനക്ക് മദ്യം തരില്ല എന്ന് ഒരു ബാറുകാരനും ഒരാളോടും ഇവനോട് പറയുമായിരുന്നില്ല, നമ്മളോട് പറയുമായിരുന്നില്ല. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ആ ഇഷ്ടത്തിൽ നിന്നുള്ള ഭയം കൊണ്ടാണ്, മുത്ത് റസൂലുള്ളാഹിനോടുള്ള ആദരവ് കൊണ്ടാണ്. അങ്ങനെ ഈ ഭൗതികമായ താല്പര്യങ്ങളെയും സുഖങ്ങളെയും ആഖിറത്തിന്റെ നിലനിൽപ്പുള്ള ആസ്വാദനത്തിന് വേണ്ടി മാറ്റിവെച്ചവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സംവിധാനം, അത് ചിന്തിക്കാനുള്ള ചിന്താശേഷി പോലും അള്ളാഹു ഒരു മനുഷ്യനും നൽകിയിട്ടില്ല. ഇവിടെ നമ്മൾ സ്വർഗത്തിൽ മുന്തിരി എന്ന് പറയും, സ്വർഗത്തിൽ ആപ്പിൾ എന്ന് പറയും, അത് പേരിൽ മാത്രമേ ഉള്ളൂ സാദൃശ്യത. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ മുന്തിരിയോ ആപ്പിളോ അല്ല, അതുപോലെയുള്ളതല്ല അല്ലാഹു സ്വർഗത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. فلا تعلم نفس ما أخفي لهم من قرة أعين ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു ശരീരത്തിനും അറിയാൻ സാധ്യമല്ല, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ച കണ്ണിന്റെ കുളിർമയുണ്ടല്ലോ, ആ സന്തോഷമുണ്ടല്ലോ, ആ സംവിധാനമുണ്ടല്ലോ, അത് ചിന്തിക്കാൻ പോലുമുള്ളൊരു ശേഷിയും അല്ലാഹു ഒരാൾക്കും നൽകിയിട്ടില്ല. അത്രയും മനോഹാരിതയാണ് പടച്ച റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. മസലുൽ ജന്നത്തില്ലതീ ബുഇദൽ മുത്തഖൂൻ. സത്യവിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിന്റെ ഉപമ. ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. രുചിപ്പകർപ്പ് വരാത്ത, രുചിക്ക് വ്യത്യാസം വരാത്ത മനോഹരമായ വെള്ളം ഒഴുകുന്ന പുഴകൾ അവിടെയുണ്ട്. വൻഹാറും മിൻ ലബൻ. പാലൊഴുകുന്ന പുഴയുണ്ട്. ലം യതഗയ്യർ തഅമുഹു. ആ പാല് സാധാരണ നമ്മുടെ വീട്ടിലെ പാലെടുത്ത് വെച്ചാൽ ഒരു പരിധിയില്ലേ പ്രിയപ്പെട്ടവരെ, അതിന്റെ രുചിഭേദം സംഭവിക്കില്ലേ? എന്നാൽ സ്വർഗത്തിലെ പാലിന് ഒരിക്കലും ഒരു രുചി വ്യത്യാസവുമില്ല. മാത്രമല്ല, വൻഹാരിൻ മിൻ ഖംർ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ. അവിടെ മദ്യമൊഴുകുന്ന ദുനിയാവിന്റെ മദ്യമല്ല. ദുനിയാവിലെ മദ്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നു, ദുനിയാവിലെ ലഹരി അവന്റെ ബോധത്തെ നഷ്ടപ്പെടുത്തുന്നു, അവന്റെ ശരീരത്തെ അവന് നഷ്ടപ്പെടുത്തുന്നു, കുടുംബത്തെയും മക്കളെയും സമൂഹത്തെയും അവന്റെ എല്ലാ ജീവിത ലക്ഷ്യത്തെയും നഷ്ടപ്പെടുത്തി കളയുന്നൊരു മഹാവിപത്താണെങ്കിൽ ആഖിറത്തിൽ അല്ലാഹു ഈ ഭൗതികമായ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് ഒരു കുപ്പിയല്ല, 10 ബോട്ടിലല്ല, 100 ബോട്ടിലല്ല, വൻഹാരിൻ മിൻ ഖംർ. കള്ളൊഴുകുന്ന മദ്യമൊഴുകുന്ന പുഴയാണ്. ലദ്ദത്തിൽ ലിശ്ശാരിബീൻ. കുടിക്കുന്നതിനനുസരിച്ച് അല്ലാഹുവേ വീണ്ടും കുടിക്കാൻ താല്പര്യം തോന്നുന്ന മദ്യമൊഴുകുന്ന പുഴകളുണ്ടവിടെ. മാത്രമല്ല, വൻഹാറും മിൻ അസ്ലിൻ മുസഫ. വളരെ പരിശുദ്ധമായ തേനൊഴുകുന്ന പുഴകളുണ്ട്. പുഴയെന്ന് പറയുമ്പോൾ ആഴമുള്ള, നമുക്ക് ഇറങ്ങാനും കുടിക്കാനും പറ്റാത്തത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ധരിക്കണ്ട. ഗ്ലാസ്സിലൂടെ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ, ഗ്ലാസ്സിലൂടെ ഒരു പുഴ ഒഴുകുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആഴമില്ല, പക്ഷെ മനോഹരമായി അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന ആളുകൾക്ക് അതിൻ്റെ അടിത്തട്ടിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയും. വലിയ ആഴമുണ്ട് എന്നതുകൊണ്ട് പ്രയാസവുമില്ല. അതതിൻ്റെ മീതെ കൂടെ വളരെ മനോഹരമായി ഒഴുകുകയാണ്. മാത്രമല്ല, വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്. സകലമാന പഴങ്ങളും അവിടെ അവർക്ക് ലഭ്യമാണ്. വമഗ്ഫിറത്തും മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും ഏറ്റവും വലിയ റബ്ബിന്റെ പൊരുത്തവും
ആ സ്വർഗത്തിൽ അവന് ലഭ്യമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു ഭാഗത്ത് കത്തിയാളുന്ന തീയുണ്ട്, ഒരു ഭാഗത്ത് ഈ മനോഹരമായ സൗകര്യമുണ്ട്. ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ് ഈ ലോകത്തെ ജീവിതവും ഈ വിശേഷ ബുദ്ധിയും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്നൽ അബ്റാറ ലഫീ നഈം. വിശുദ്ധ ഖുർആൻ പറയാണ്, റബ്ബിന്റെ സൃഷ്ടികൾ മുഴുവനും സ്വർഗീയാനന്ദത്തിലാണ്. അലല്ലറായികി യൻദുറൂൻ. പരസ്പരം അവര് സ്വർഗീയമായ ചാരുകട്ടിലുകളിൽ ചേർന്നിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. അവരൊക്കെ മുഖങ്ങളിൽ വളരെ പരിശുദ്ധി അനുഭവപ്പെടുകയാണ്. ആർക്കും ആരോടും ഒരു വിദ്വേഷവുമില്ല. എന്തുകൊണ്ട്? സ്വർഗത്തിന്റെ ആ കവാടത്തിലൂടെ ഒഴുകുന്ന 2 പുഴകളുണ്ട്. ഒരു പുഴയിൽ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നവനെ കുടിപ്പിക്കും. അവന്റെ അകത്തുള്ള എല്ലാ മ്ലേച്ഛതയും സ്വഭാവത്തിലുള്ള ദൂഷ്യതയും അള്ളാഹു നീക്കിക്കളയുകയാണ്. ഒരു നദിയിൽ കുളിപ്പിക്കുമ്പോ അവന്റെ ശരീരം ഏറ്റവും സൗന്ദര്യമുള്ളതായി, ആരും ആകർഷിക്കുന്ന സൗന്ദര്യമുള്ള എല്ലാ മ്ലേച്ഛതയും നീങ്ങിയ വളരെ യുവത്വമുള്ള ശരീരമായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗീയമായ കട്ടിലുകളിലെ പരിശുദ്ധമായി അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പ്രത്യേകമായി സീല് വെക്കപ്പെട്ട പാത്രങ്ങളിൽ നിന്നാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത്. ഖിതാമുഹു മിസ്ക്. അതിന്റെ സീലെന്ന് പറയുന്നത് കസ്തൂരിയാണ്. അഥവാ ഒരു പ്രത്യേകമായ ബോട്ടിലുകളിൽ സൂക്ഷിക്കപ്പെട്ടത്, മറ്റൊരാൾക്കും നൽകപ്പെടാത്തത്. ആ രുചിയുള്ള പാനീയം അതിൻ്റെ അടിയിലുള്ള ഭാഗമാണ് ഏറ്റവും സുഗന്ധമുള്ളതും സ്വാദുള്ളതും. നമ്മൾ കുടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒഴിവാക്കുന്ന ഭാഗമുണ്ടല്ലോ, മദ്യമാവട്ടെ ഒഴിവാക്കുന്ന ഭാഗമുണ്ടല്ലോ, മറ്റുള്ളതാവട്ടെ ഒഴിവാക്കുന്ന ഭാഗമുണ്ടല്ലോ. ഖിതാമുഹു മിസ്ക്. അതിൻ്റെ അവസാനത്തേത് കസ്തൂരിയുടെ സുഗന്ധമുള്ളതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വഫീ ദാലിക ഫലതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇതിനു വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ഈ മഹത്തായ നിഅമത്ത് നേടിയെടുക്കാനാണ് അല്ലാഹു നാളെ മഹാനായ പാപ്പുത്തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതൃത്വത്തിന്റെ മൗമൂമീങ്ങളായി ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യഅ്കുലു അഹ്ലുൽ ജന്ന. സ്വർഗ്ഗക്കാര് ഭക്ഷണം കഴിക്കും. സ്വർഗ്ഗക്കാര് ഭക്ഷണം കഴിക്കും. വയശ്റബൂന. അവര് ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും മതിവരുവോളം. വലാ യതഗവ്വതൂൻ. അവർക്ക് കാഷ്ടിക്കുന്ന സ്വഭാവമില്ല. സ്വർഗത്തിലെ ബാത്റൂമിന്റെ ആവശ്യമില്ല, കാരണം കാഷ്ടിക്കലില്ല. അതുപോലെ തന്നെ വലാ യംതഖിതൂൻ. മ്ലേച്ഛത വരുന്നതാണല്ലോ മനുഷ്യന്റെ മൂക്കിലൂടെ, അതവിടെ ഇല്ല. മൂക്ക് ചീറ്റലില്ല, കഫമില്ല. വലാ യബൂലൂൻ. അവര് മൂത്രൊഴിക്കുകയുമില്ല. പിന്നെ ഈ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ എവിടെയാണ് പോകുന്നത്? വലാകിൻ തഅമുഹും ദാക ഹുശാഉൻ കറശ്ഹിൽ മിസ്കി. കസ്തൂരിയുടെ മണമുള്ള ഒരു പ്രത്യേകമായ ഏമ്പക്കമായി ഓവറായിട്ടുള്ളത് പുറത്തേക്ക് വരികയാണ്. ഓവറായിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ ഭാര്യക്ക് സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷത്തെ നേരത്തെ ആസ്വാദനമല്ല അടുത്ത നിമിഷം നമുക്ക് കിട്ടുന്നത്. മടുപ്പെന്ന് പറയുന്നത് അവിടെ ഇല്ല. ഇന്നിപ്പോ നമ്മൾ നമ്മുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എത്ര നേരം നോക്കി ഇരിക്കാൻ നമുക്ക് കഴിയും? അതിനൊരു പരിധിയുണ്ട്. പക്ഷേ സ്വർഗത്തിൽ നമ്മുടെ ഭാര്യയുടെ മുഖത്തേക്ക് ആയിരക്കണക്കിന് വർഷം നമ്മൾ നോക്കിയിരിക്കും. എന്തുകൊണ്ട്? ഈ സെക്കൻഡിൽ ഭാര്യയുടെ മുഖത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ആനന്ദമല്ല, അടുത്ത സെക്കൻഡിൽ നമുക്ക് ലഭിക്കുന്നത് മടുപ്പ് അവിടെ വരാനേ ഇല്ല. മാത്രമല്ല നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട്, ഇവിടെ എന്തായാലും നഷ്ടപ്പെട്ടു, ആഖിറമാണ് പ്രതീക്ഷ, അവിടെയും നമ്മുടെ ഭാര്യയാണോ എന്ന് ചിന്തിക്കണ്ട. അതാണ് നേരത്തെ പറഞ്ഞത്, വലക്കുമ്മാ തസ്തഹി അംഫുസുക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കെല്ലാം മാറ്റപ്പെടും. നിങ്ങളെ സ്വഭാവം നിങ്ങളുടെ ഭാര്യ ഇത്രയും കാലം സഹിച്ചു, നിങ്ങളോട് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ, അതിൽ മാറ്റം വരും. നിങ്ങളെ ഭാര്യയുടെ സ്വഭാവത്തിലും ഇണയുടെ സ്വഭാവത്തിലും മാറ്റം വരും. എല്ലാവരും 33ന്റെ പ്രസരിപ്പിലാണുള്ളത്. ഏതായിരുന്നാലും അതൊരേ ബക്കമായിട്ട് പുറത്തു വരികയാണ്.
അവര് അവിടെ കാഷ്ടിക്കലോ മൂത്രിക്കലോ മറ്റു മ്ലേച്ഛമായ വസ്തുക്കളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ഇല്ല. അള്ളാന്റെ സംവിധാനമാണ് പ്രിയപ്പെട്ടവരെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചാൽ യുനാദാ മുനാദിൻ യുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, ഒരു അനൗൺസ്മെന്റ്, ഇന്നലക്കും മൻ തഹയ്യൂ, അല്ലയോ അഹ്ലുൽ ജന്ന സ്വർഗ്ഗനിവാസികളെ, നിങ്ങൾക്കിനി ജീവിതം മാത്രമാണുള്ളത്. ഫലാ തമൂതു, ഇനി നിങ്ങൾക്ക് മരണമില്ല. അബദൻ, ഒരു കാലത്തും. വഇന്നലക്കും മൻ തസ്തസിഹു, ഇനി നിങ്ങൾ ഒരിക്കലും ഡോക്ടറെ കാണേണ്ടതില്ല. കാരണം ഒരു അസുഖവും നിങ്ങൾക്കില്ല, ആരോഗ്യം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഫലാ തസ്കുമു അബദാ, ഒരു കാലത്തും ഇനി നിങ്ങൾക്ക് അസുഖമില്ല. വഇന്നലക്കും മൻ തശിബ്ബു, ഇനി നിങ്ങൾ മുഴുവനും യുവാക്കളും യുവതികളുമാണ്. ഫലാ തഹ്റമു അബദാ, ഒരിക്കലും നിങ്ങൾക്ക് വാർദ്ധക്യം വരികയില്ല. വഇന്നലക്കും അൻ തുൻഇമു, നിങ്ങൾക്കിനി അനുഗ്രഹങ്ങൾ മാത്രമാണുള്ളത്. ഫലാ തയസു അബദാ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങൾക്ക് മുമ്പിൽ ഇനിയില്ലെന്ന് സ്വർഗത്തിൽ വിളിച്ചു പറയപ്പെടുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വസീഖല്ലദീന തഖൂ ഇലൽ ജന്നതി സുമറാ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി വിളിക്കപ്പെടുന്ന ആളുകൾ, അവർക്കൊരു കണ്ടീഷൻ ഉണ്ട്. അവർ മുത്തഖീങ്ങളാണ്, ഈ ലോകത്തെ സൂക്ഷിച്ച് ഉപയോഗപ്പെടുത്തിയവരാണ്. പല വസ്തുക്കളും മുൻപിലെത്തിപ്പെടും, പക്ഷേ സൂക്ഷ്മതയോടുകൂടെ കരണ്ട് ചെക്ക് ചെയ്യുന്ന ഉപകരണം ഉപയോഗിച്ച് തൊടുന്നത് പോലെ മാത്രമേ ദുനിയാവിനെ അവർ ഉപയോഗപ്പെടുത്തുകയുള്ളൂ. അത്തരത്തിലുള്ള ആളുകൾ ക്ഷണിക്കപ്പെടും. വസീഖല്ലദീന തഖൂ ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അതിന്റെ പരിസരത്തേക്ക് അവരെത്തിപ്പെടുമ്പോൾ അതിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ഫഖാല ലഹും സലാമുൻ തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, സന്തോഷത്തോടുകൂടെ നിങ്ങൾക്ക് അഭിവാദ്യം. ഇനി ഇതിന്റെ അകത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ ഇവിടെ നിങ്ങൾ ശാശ്വതരാണ്, പുറത്തേക്ക് പോവേണ്ടതില്ലെന്ന് പറയപ്പെടുന്ന ഒരു ക്ഷണം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. ആ ക്ഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരെ തന്നെയാണ് ക്ഷണിക്കുന്നത്, കളിക്കൂട്ടുകാരെയാണ് ക്ഷണിക്കുന്നത്. പക്ഷേ നമ്മൾ ആ കൂട്ടത്തിലില്ലെങ്കിൽ നമ്മൾ വിലപിച്ചു പോകും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖേദിച്ചു പോകും. ആ ഖേദത്തിനൊരു ഫലവുമില്ല. വനാദാ സുഹാബുന്നാരി അസ്ഹാബൽ ജന്ന, സ്വർഗവാസികളായ ആളുകളെ നരകവാസികളായ ആളുകൾ വിളിക്കുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആൻ പറയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. അപ്പുറത്തുള്ള ദുരന്തങ്ങളും ഇപ്പുറത്തുള്ള സുഖവും കാണുമ്പോ കൂടെ ഇരുന്ന് ചായ കുടിച്ചവരാണ്, അവിൽ മിൽക്ക് കഴിച്ചവരാണ്, അതുപോലെ തന്നെ ഇഫ്താർ സംഘടിപ്പിച്ചവരാണ്, അള്ളാഹു സ്വീകരിച്ചവരെങ്കിൽ ഇപ്പുറത്തുണ്ടാകും. പക്ഷെ റബ്ബെന്ന ലക്ഷ്യമില്ലാതെല്ലാം പ്രവർത്തിച്ചവരാണ്. ഒരു കൂട്ടരാളുകൾ സ്വർഗത്തിലാണ്, മറുവിഭാഗം നരകത്തിലുമാണ്, പരിചയക്കാരാണ്. ആ പരിചയം വെച്ചിട്ട് വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ആ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതല്ല അല്ലാഹു നിങ്ങൾക്ക് തന്ന മനോഹരമായ ഭക്ഷണമുണ്ടല്ലോ, ഇഷ്ടാനുസരണമുണ്ടല്ലോ, അല്പം ഞങ്ങൾക്കും നിങ്ങൾക്ക് തന്നുകൂടെ? ആ സമയത്ത് പരിചയക്കാരായ സ്വർഗവാസികള് പരിചയക്കാരായ നരകവാസികളോട് പറയുമത്രേ, ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, അത് രണ്ടും സത്യനിഷേധികൾക്ക് നിഷിദ്ധമാണ്. നിങ്ങൾക്ക് തരണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കതിന് സാധ്യമല്ല. എന്തുകൊണ്ട്? സത്യത്തെ നിഷേധിച്ച ആളുകൾ, അവർക്കിത് നിഷിദ്ധമാണ്. ആരാണ് സത്യത്തെ നിഷേധിച്ചവരെ? അടിവരയുടെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നോടാണ് പറയുന്നത്, മൈക്കുണ്ടായത് കൊണ്ട് നിങ്ങൾ കേൾക്കുന്നു. അല്ലദീന തഖദൂ ദീനഹും ലഹുവൻ വലഇബാ,
പേരിന് മുസ്ലിമാണ്, പക്ഷേ ദീൻ ഒരു കളിയാണ്, തമാശയാണ്. അവന്റെ കാര്യം വരുമ്പോ, അവന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോ, മകളുടെ കല്യാണം ഉണ്ടാകുമ്പോ, മറ്റുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോ ദീനുണ്ട്, നന്മ ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങള്, പരിശുദ്ധ ദീനിന് പരിക്ക് പറ്റുന്ന കാര്യങ്ങളിൽ മുഴുവനും സാന്നിധ്യം അറിയിച്ചവരുമാണ്. ഒരു കളിയും തമാശയുമായി ദീനിനെ കണ്ടവർ. ഈ ഭൗതികമായ ലോകത്തിന്റെ സന്തോഷങ്ങൾ അവരെ വഞ്ചിച്ചു പോയി. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കണ്ടിട്ട്, അത് കേട്ടിട്ട്, മുത്ത് റസൂലുള്ള പറഞ്ഞു കൊടുത്തിട്ട് അത് സ്വീകരിക്കാതെ അതിനെ നിഷേധിച്ച ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ്, അതിലുള്ള ഭക്ഷണം നിഷിദ്ധമാണ്, വെള്ളം നിഷിദ്ധമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻ ദാലിക ലിമൻ ഖശിയ റബ്ബാ. അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകൾ, അതിനനുസരിച്ച് ജീവിച്ച ആളുകൾ, അവരാണ് ഉത്തമ സമൂഹം. അവർക്ക് അടിവാരത്തിലൂടെ മനോഹരമായ, നേരത്തെ പറഞ്ഞ പുഴകളൊഴുകുന്ന മനോഹരമായ ഫ്ലാറ്റുകളിലുള്ള സന്തോഷകരമായ ജീവിതമുണ്ട്. അവരവിടെ ശാശ്വതരാണ്. അള്ളാഹു അവർക്ക് കൊടുത്തത് കൊണ്ട് അവരും റബ്ബിന്റെ അബ്ദായി ജീവിച്ചത് കൊണ്ട് റബ്ബ് അവരെ തൊട്ടും പൊരുത്തത്തിലാണ്. ഉലൈക ഖൈറുൽ ബരിയ, അവരാണ് ഉത്തമ സമൂഹം എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടാൻ ഈ റമദാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ആ വെളിച്ചത്തിലാണുള്ളത്. ആ വെളിച്ചം കെട്ടുപോകാതെ ഇൻഷാ അല്ലാഹ് ഈ ഒരു 11 മാസവും നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ആ നിലക്കുള്ള നമ്മുടെ എല്ലാ സുഹൃതങ്ങളെയും നമ്മൾ കാണുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉറൂസ് അത് നമ്മുടെ വെളിച്ചത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ഈ മഹാനോടുള്ള മഹബത്ത് അത് വല്ലാതെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അറിയിച്ചു. അല്ലാഹുവേ, എന്നും ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു മഹാസംരംഭമായി, സമ്മേളനമായി, മജ്‌ലിസായി അതിനെ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണം റഹ്മാനെ. മനസ്സറിഞ്ഞെല്ലാവരും ദുആ ചെയ്യുകയും അതിൻ്റെ വിജയത്തിന് വേണ്ടി ശാരീരിക, സാമ്പത്തിക, മാനസിക സഹായങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ വഴി യഥാർത്ഥമായ വിജയത്തിലേക്കുള്ള വഴിയിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം. പടച്ച റബ്ബ് നമ്മളെ സഹായിക്കുമാറാവട്ടെ.